അമ്പരിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പുതിയ രീതിയിൽ മോഷ്ടിക്കുന്ന ഒരു കള്ളൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായി മോഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കരഞ്ഞ് കരഞ്ഞ് അവരെ തോക്ക് കാണിപ്പിച്ച് പേടിപ്പിച്ചിട്ടാണ് മോഷ്ടിക്കുന്നത്. ആ കള്ളൻ വ്യത്യസ്തമായ മോഷണങ്ങൾ നടത്തുമ്പോൾ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും മോഷ്ടാവിനെ ശ്രദ്ധിച്ച് കണ്ടോളൂ. ഞാൻ ഭയങ്കര പാവാ, അതുകൊണ്ട് ഇവിടെ എല്ലാ സ്വർണം എനിക്ക് തരൂ. അത് കൊണ്ടുപോണ്ട വണ്ടിയിൽ പെട്രോൾ ഇല്ല, അതിനു പൈസ തരൂ. ഞാൻ ഭയങ്കര ദാരിദ്ര്യത്തിലാ, തരൂ. എനിക്കിത് മാത്രം പോരാ, ഇവിടെ എല്ലാം വേണം, തരൂ. ഈ കള്ളനെ കണ്ടില്ലേ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു മോഷ്ടിക്കുന്നു. ഇത് കണ്ടില്ലേ? ബട്ടു, കള്ളന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പോയി പ്രാക്ടീസ് ചെയ്യ. ചെല്ല്. നടക്കട്ടെ നടക്കട്ടെ, ഞാൻ നോക്കാം. ഹലോ, ആ വരികയാണ്. ബട്ടു വേഗം വരൂ, പ്രൊഫസർ വിളിക്കുന്നു. പ്രൊഫസർ, എന്ത് പറ്റി നിങ്ങൾക്ക്? ഇങ്ങനെ ഇരുന്ന് കരയാൻ എന്താ സംഭവിച്ചത്? അത് ഞാൻ എങ്ങനെ എന്റെ വാഗോട്ട് പറയാ? ആ കള്ളൻ ഇവിടെ വന്നിരുന്നു, അവൻ എന്നെ ഈ സ്ഥിതിയിലാക്കിയത്. ഞാൻ എന്ത് ചെയ്യും? എന്താണ് പറയുന്നത് പ്രൊഫസർ? ഞങ്ങളും ഇപ്പോഴാണ് അയാളെ ന്യൂസിൽ കണ്ടത്. അയാളെ കുറിച്ച് കൂടുതലായി ഞങ്ങളോട് പറയൂ, എനിക്കറിയണം. എല്ലാം പറയാം. ഞാൻ എന്റെ ലാബിൽ നിന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഒരുത്തൻ കരഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് അവന്റെ കഥയൊക്കെ എന്നോട് പറയാൻ തുടങ്ങി ഇങ്ങനെ. നമസ്കാരം എന്റെ പൊന്നു സാറ്, ഞാൻ വളരെ പാവമാ. എനിക്ക് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ കൂടി പൈസ ഇല്ല, നിൽക്കാൻ ഒരു വീടുമില്ല. മഴയായാലും വെയിലായാലും ഞാൻ എപ്പോഴും തെരുവില് തന്നെ സാറേ. ഞാൻ എന്തൊരു പാവമാന്നറിയോ? സാറിന് എന്തിനാ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും? ഇതൊക്കെ എനിക്ക് തന്നൂടെ സാർ? എനിക്ക് ഇതൊക്കെ തന്നൂടെ? പ്ലീസ്, ഇതൊക്കെ എനിക്ക് തരൂ. ഇത് കണ്ടില്ല സാറേ, ഇത് തോക്ക. ഇതിന്റെ ഒരു ഉണ്ട മതി സാറിന് അങ്ങ് പരലോകത്ത് എടുക്കാൻ. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ പണവും വില കൂടിയ സാധനങ്ങളൊക്കെ ഇതിലിടൂ സാറേ. പ്ലീസ്, ഇതൊക്കെ തന്ന് എന്നൊന്ന് സഹായിച്ചൂടെ സാറേ? ഒന്ന് സാധനങ്ങളൊക്കെ ഇതിലിടൂ സാറേ, അല്ലെങ്കിൽ ഞാൻ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളെ കൊല്ലണ്ട വരും. അവനിങ്ങനെ കരഞ്ഞു കരഞ്ഞ് എന്റെ അടുത്തുള്ള എല്ലാ സാധനങ്ങളും അടിച്ചുകൊണ്ട് പോയി മോനെ. പ്രൊഫസർ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ലാബിൽ ഇത്രയും ട്രാപ്പുകൾ ഉണ്ടായിട്ടും അയാൾ നിങ്ങളെ പറ്റിച്ച് കടന്നു കളഞ്ഞെന്നോ? അവൻ വളരെ ബുദ്ധിയുള്ള കള്ളനാണ്. എന്റെ ഈ ലാബിൽ ആര് വന്നാലും അവരുടെയൊക്കെ കൈ ഇതിലിങ്ങനെ വെക്കാറുള്ളതാണ്. പ്രൊഫസർ, എന്നെ ഒന്ന് രക്ഷിക്കേ.
വേണ്ട. എന്റെ അമ്മേ. ഇനി അവിടെ ആര് കൈവയ്ക്കാൻ മറന്നാലും ഇവിടെ ഇതേ ഇങ്ങനെ വെക്കുന്നതായിരിക്കും. മതി പ്രൊഫസർ, ഇനി താങ്ങാനുള്ള ശക്തി എന്റെ ദേഹത്തില്ല. ഇപ്പൊ നമ്മൾ ആ കള്ളനെ എങ്ങനെയാ പിടിക്കേണ്ടതെന്നാണ് ആലോചിക്കേണ്ടത്. കറക്റ്റ് ആണ് പ്രൊഫസർ. അവനെ എങ്ങനെയെങ്കിലും പിടിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വേഗം തന്നെ ആ കള്ളനെ കണ്ടുപിടിക്കേണ്ട വഴി നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. അവന് വെറുതെ വിടരുത്. അല്ല, ഞങ്ങളും അതന്നെയല്ലേ പറഞ്ഞത്. എന്റെ അടുത്തൊരു സാധനമുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് സൂപ്പർ ഇയറിംഗ് ഡിവൈസ്. ഇത് നിങ്ങൾ ചെവിയിൽ ധരിച്ചാൽ ആര് തന്നെ ദൂരത്ത് നിന്ന് കരഞ്ഞാലും നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ അവൻ ഏത് ഡയറക്ഷനിൽ നിന്നാണ് കരയുന്നതെന്ന് ഈ മെഷീനിൽ നിന്നും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. എന്നിട്ട് ആ ശബ്ദം വരുന്ന ഡയറക്ഷനിലോട്ട് നിങ്ങൾ ചെന്ന് അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ കള്ളനെ നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. താങ്ക് യു പ്രൊഫസർ. കളയാൻ പോവാന്നോ? എന്നാ വേണ്ട. നിനക്ക് വേണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് തന്നേക്ക്. ഞാൻ ഒരിക്കലും ഇത് കളയില്ല, കാരണം ഇതൊരു പ്രത്യേക സംഗതിയാണ്. ഓ എന്റെ പ്രൊഫസറെ, നിങ്ങളുടെ ചെവി കേൾക്കാതെ ആയിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് താങ്ക് യു എന്നാണ്. നിങ്ങൾ തെറ്റിച്ച് കേട്ടതാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് കാറുന്നത്? എനിക്കെന്താ ചെവി കേട്ടൂടെ? ഞാനൊന്നും പൊട്ടനല്ല. നിങ്ങൾ ഇത്രയും കാറി പറയുന്നത് കൊണ്ട് ഞാൻ തന്നെ ഇതിനെ കളഞ്ഞേക്കാം. Thank you, bye, bye. എനിക്ക് താമസിക്കാൻ ഒരു വീടില്ല സാറേ. എനിക്ക് ആരും ഇല്ല സാറേ. വിഷ്ണു ഒന്ന് കഴിക്കാൻ കൂടി കയ്യില് പൈസ ഇല്ലാണ്ട് പോയി. സാറിന്റെ അടുത്തുള്ളതൊക്കെ എനിക്ക് തന്നൂടെ? ഇന്ന് സാറിന്റെ ആണെങ്കിൽ നാളെ അത് എന്റേത് ആയിക്കൂടാണ്ടില്ലല്ലോ സാറേ. ഇത് വലിയ തെറ്റാണല്ലോ, വളരെ വലിയ തെറ്റ്. കെട്ടു രണ്ട് വോയിസ് കേൾക്കുന്നുണ്ട്. അതിലൊരു വോയിസ് കേട്ട പോലെയുണ്ട്. അത് ഇൻസ്പെക്ടർ വന്മാനിയുടെ വോയിസ് ആണ്. നീ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിട്, വേഗം. അതെ ബട്ടു, കോമ്പസിന്റെ നീഡിലും അങ്ങോട്ട് തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. എന്ത് പറ്റി വന്മാനി സാർ? എന്തിനായിരുന്നു കരയുന്നേ? ഒരു കള്ളൻ ഇവിടെ വന്നിട്ട് ഒരുപാട് നേരം കരഞ്ഞ് ഇവിടെയുള്ളതെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയി. അവൻ അതിലൂടെയാ പോയത്. അവര് പോയി പിടിച്ചിട്ട് വരൂ, വേഗം വരൂ. അല്ലെങ്കിൽ നിക്ക്, ഞാനും വരാം. എന്നെ പിടിച്ചോണ്ട് പോകൂ. ഞാനും വരുന്നു. കട്ടുപെട്ടു, ജീപ്പ് നിർത്ത്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെ തൂക്കി കൊല്ലുന്നതായിരിക്കും. ജീപ്പ് നിർത്ത്. എന്നെ രക്ഷിക്കൂ. ഗട്ടു, സോറി, എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾക്കൊന്നും വലിയ പരിക്ക് പറ്റിയില്ലല്ലോ അല്ലേ?
ശരി, എന്നാ ഞാൻ പോട്ടെ. ബട്ടു അയാൾ ഓടി ഓടി ഇങ്ങോട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ നിന്ന് എങ്ങോട്ട് പോയി? അതാണ് നോക്കുന്നത്. ഇത്രയും സ്പീഡില് ബൈക്ക് ഓടിച്ച് വന്നതല്ലേ, ഇനി ചിലപ്പോ താഴെ വീണ് കാണുമോ? കണ്ടുപിടിച്ചു. കട്ടു, ബൈക്ക് വന്ന അടയാളം ഇതുവരെ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും കാണുന്നില്ല. ഞാൻ എത്ര നോക്കിയിട്ട് ഇത് മാത്രമല്ലാതെ വേറെ ഒന്നും കാണുന്നില്ലല്ലോ. ബട്ടുയുടെ മനസ്സ് എന്താ പറയുന്ന വെച്ചാൽ ആ കള്ളൻ എവിടെയോ ഉണ്ടെന്നാണ്. ബട്ടു, സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായി കഴിഞ്ഞു. നമുക്ക് നാളെ വന്ന് നോക്കാം. എന്റെ വീട്ടേക്ക് എനിക്കായിട്ട് സ്വന്തമായിട്ട് ഒന്നുമില്ല. എന്റെ വീട്ടേക്ക് കഴിക്കാൻ പോലും ഒന്നുമില്ല എന്റെ അടുത്ത്. ഓഹോ, എന്റെ ബട്ടു, രാത്രി എന്തിനാണ് ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ പൊലമ്പുന്നത്? നമുക്ക് ഉറങ്ങണ്ടേ? കട്ടു, ആ വാലിന്റെ അടുത്ത് തന്നെയാണ് ആ കള്ളനുള്ളെന്ന് എന്റെ മനസ്സ് ഇന്നലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കട്ടു, ഇത്രയും മുൻകരുതലോടിരിക്കുന്ന കള്ളൻ വാലിയിൽ വെറുതെ പോയിരിക്കില്ല. ഞാൻ പോയി ചെക്ക് ചെയ്യട്ടെ. അതായിരിക്കും നല്ലത്. നിങ്ങൾ തന്നെ പോയി നോക്കിക്കോ. ഇത് ബട്ടു അല്ലേ? ബട്ടു ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗട്ടു ഇവിടെ ഉണ്ടായിരിക്കണല്ലോ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കള്ളന്റെ ബൈക്കിന്റെ അടയാളം ഇവിടെ വരെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കള്ളൻ എവിടെയോ തെരഞ്ഞു നോക്കാം. ഭട്ടുടെ മനസ്സ് പറഞ്ഞത് ശരിയാണ്. കള്ളൻ ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശരി മാൻ വിട്. വെറുതെ കരഞ്ഞോണ്ടിരിക്കില്ലേ? എന്റെ പണിഷ്മെന്റ് അത്ര വലുതൊന്നും ആയിരിക്കില്ല. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാ കരയുന്ന നിനക്കറിയോ? ഞാൻ നിന്നെ ഇവിടുന്ന് താഴേക്ക് ഇട്ട് കൊല്ലാൻ പോവാ. ഇതാ നിന്റെ അവസാനത്തെ രാത്രി. ചാവാനൊക്കെ എന്തിനാടാ പേടിക്കുന്നേ? നിന്നെ രക്ഷിക്കാൻ ഇനി ആരും വരില്ലടാ. നീ ചാകുന്നത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ നിന്നെ തള്ളിയിട്ടിട്ട് ഞാൻ വേഗം ഓടിക്കളയും. ഗട്ടു നിന്നെ രക്ഷിക്കാൻ വരില്ലടാ ബട്ടു. നീ കിടന്ന് പിടയ്ക്കാതടാ. എനിക്ക് എറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒന്ന് അനങ്ങാണ്ടിരിക്കടാ.
എന്റെ ഫ്രണ്ടിനെ താൻ തല്ലിയല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഗട്ടു. കാരണം ഞാനാണ് തീഫ് ഓഫ് ഹാങ്ങിങ് വാലി. ഇത് എന്റെ സാമ്രാജ്യമാണ്. വാ ഗട്ടു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ സാമ്രാജ്യത്തിലേക്ക് വാ. ഗട്ടുവിന്റെയും ബട്ടുവിന്റെയും ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ നിങ്ങളൊന്നും ഒന്നുമല്ല. അടിച്ചോ അടിച്ചോ, എത്ര വേണമെങ്കിലും അടിച്ചോ. പക്ഷേ ഈ ബട്ടു ഒരിക്കലും കയറി വിടില്ല. എനിക്ക് ഗട്ടുയുടെ ജീവൻ മാത്രമാണ് പ്രധാനം. അയ്യോ, എന്റെ കയ്യിൽ പോയേ. നിങ്ങൾ എന്തുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്? നീ പറഞ്ഞത് സത്യമാണ്. സോറി സോറി, നിന്റെ കൈക്ക് നല്ല പരിക്ക് പറ്റിയല്ലേ? ബട്ടു, ഈ റോക്ക് അങ്ങോട്ട് ചരിയാണ്. നമുക്ക് ഓടണം. ഓടിക്കോ 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 ഓടിക്കോ. ഗട്ടു, ഓടുന്നത് ഭയങ്കര കഷ്ടമല്ലേ? ആ കള്ളന്റെ ഐഡിയ വളരെ നല്ല ഐഡിയ ആണ്. നമുക്ക് അതന്നെ ഫോളോ ചെയ്യാം. ഇവിടുന്ന് നിങ്ങളെ ആര് രക്ഷിക്കൂ? ഗട്ടു, എന്തെങ്കിലും ചെയ്യ്. ഇനി എനിക്ക് ഇങ്ങനെ തൊങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യ്. കൈ വഴിക്കുന്നു. ബട്ടു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മതി മതി, ഇനി എന്നെ തല്ലരുത്. എന്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾ അത് മുഴുവനും എടുത്തോ. പക്ഷെ എന്നെ വെറുതെ വിട്ടേക്ക്. ഞങ്ങള് തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നാ ഇത് പിടിച്ചോ. ഇൻസ്പെക്ടർ മൻമാണി ഡ്യൂട്ടിയിലാണുള്ളത്. ഞാൻ കുടിക്കുന്ന ചായയാണ് സത്യം. നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ ഞാൻ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ബട്ടു, എന്നെ ഈ പോലീസിന്റെ അടുത്ത് നിങ്ങളൊന്ന് രക്ഷിക്കുക പ്ലീസ്.